ഞാൻ ഇടുക്കി ജില്ലയിൽ പീരുമേട് പഞ്ചായത്തിലെ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സാറ് പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. 2-3 വർഷമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാമെങ്കിൽ നിങ്ങളിവിടെ ജോയിൻ ചെയ്താൽ മതി എന്നാണ് സാർ പറയാറ്. അപ്പം സാറ് ശരിക്കും നമ്മളൊരു അതിലൊരു പുറകോട്ട് പോയാലും സാറ് എല്ലാ വീക്കും വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സാറ് പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, പ്ലാനൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. ശരിക്കും സാറിൻ്റെ ഒരു പ്ലാൻ ഓരോ വീക്കിലും നമുക്ക് ഓരോ സബ്ജക്റ്റ് തരും. പിന്നെ ആ ഒരു മൺഡേ നമുക്ക് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ ഓരോ വെനസ്ഡേയിലും നമുക്ക് PYQ എക്സാം ഉണ്ടാവും. ആ PYQ നമ്മൾ കിട്ടാത്ത പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കണം, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനമായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റിവിഷൻ മെത്തേഡ് ഓരോ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ 3 ദിവസം, പിന്നെ ഓരോ മൺഡേ റിവിഷൻ, അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റിവിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു റിവിഷൻ മെത്തേഡ് ശരിക്കും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാർ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു എക്സാം ഉണ്ട്. ആ ഒരു എക്സാം എത്തുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ എല്ലാ എക്സാമും നമുക്ക് ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല. ഒരു എക്സാം വഴി ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറയും. അപ്പം അതോർത്ത് ഡൗൺ ആയിട്ടിരിക്കാതെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എക്സാം വരുമ്പോൾ നമുക്കതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഹോളിമാതയിൽ സാറ് പറയുന്നത് പോലെ കൃത്യമായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു റാങ്കിലേക്കും നല്ലൊരു പോസ്റ്റിലേക്കും എത്തിച്ചേരാൻ പറ്റും.